സൺഡേ ഗാർഡിയൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ലീക്ഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് ഇപ്പോൾ റീസെന്റായി നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ അതായത് ചൈനയും പാകിസ്ഥാനും അതുപോലെ തന്നെ അമേരിക്കയും ഉണ്ട് എന്ന് പലരും വിമർശിച്ചിരുന്നു. അപ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഈ സൺഡേ ഗാർഡിയനും ഒഫീഷ്യലായിട്ട് ഈ ലീക്ഡ് ഡോക്യുമെന്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ലീക്ഡ് ഡോക്യുമെന്റിലൂടെ അമേരിക്ക എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റിലൂടെ അതായത് ബംഗ്ലാദേശിന്റെ അവിടെയുള്ള ഷെയ്ഖ് ഹസീനനെ എടുത്തു കളഞ്ഞ് അവരുടെ ആൾക്കാർ അതായത് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു കൈപ്പാവേനെ അവിടെ കൊണ്ടുവന്ന് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ നമ്മൾ പലരും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് പലരും ഞെട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അതായത് എങ്ങനെയാണ് അമേരിക്ക കൃത്യമായി ബംഗ്ലാദേശിൽ വർക്ക് ചെയ്ത് അവിടുത്തെ ഭരണം മൊത്തം അവരുടെ കൺട്രോൾ എടുത്തതെന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കഴിയുന്നത് ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇപ്പൊ വീഡിയോയിൽ എടുക്കാം. അപ്പോൾ ഈ ഒരു ഭരണമാറ്റത്തിന്റെ പിന്നിൽ അമേരിക്കയാണെന്ന് ഉള്ള കാര്യം വ്യക്തമാക്കി. അപ്പോൾ ഇതിന് ഡയറക്ടറായിട്ട് അമേരിക്ക ഒരു 5 ആൾക്കാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. അത് ആരൊക്കെയാന്ന് വെച്ചാൽ അതായത് ഒന്ന് ക്രിസ് മുർഫി എന്ന് പറയുന്ന ഒരാൾ, അതുപോലെ തന്നെ സുമാന ഗുഹ എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തിയും, അതുപോലെ തന്നെ മൂന്നാമത്തെ ഡൊണാൾഡ് ലു, സാറ മോർഗൻ, ഫ്രാൻസിസ്കോ ബെൻസ്കം എന്ന് പറയുന്ന ഈ 5 ആൾക്കാരാണ് ഈ ഒരു പ്രോജക്റ്റ് അതായത് ഈ ഷെയ്ഖ് ഹസീനനെ അവിടെ എടുത്തു കളഞ്ഞ് അവരുടെ ഭരണം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് ഈ 5 പേരാണ് ഡയറക്റ്റായി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 ആൾക്കാരെ നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഇവര് ഒന്നെങ്കിൽ അമേരിക്കന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ അമേരിക്കയ്ക്ക് വേണ്ടി ഹയർ ഒഫീഷ്യലായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വർക്ക് ചെയ്ത 5 വ്യക്തികളാണ്. അത് മാത്രമല്ല ഈ ഒരു പ്ലാൻ അതായത് ഷെയ്ഖ് ഹസീനനെ എടുത്തു കളയണം എന്നുള്ള ഈ ഒരു പ്ലാൻ 2019 തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതായത് അന്ന് തൊട്ടേ ഈ അമേരിക്ക ഡീപ് സ്റ്റേറ്റ് ഈ ബംഗ്ലാദേശിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടല്ല. 1996 മംഗോളിയയിലും ഇതേ അമേരിക്ക കളിച്ചാണ് അവിടുത്തെ ഭരണം മാറ്റിയത്. അതുപോലെ തന്നെ 2000 അതായത് ഹൈറ്റി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തും 2021 ഉഗാണ്ട റീസെന്റ് ആയിട്ട് ഉഗാണ്ടയിലും ഭരണം മാറ്റിച്ചത് ഇതേ അമേരിക്ക തന്നെയാണ്. അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഭരണം മാറ്റുന്നതും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ 2 രീതിയിലാണ് അവർ സ്വീകരിക്കുക. ഒന്നാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവർ അനലൈസ് ചെയ്യും. ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു സുപ്രീം ലീഡർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളെ ഇവർ എങ്ങനെയായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അവിടെയുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ അമേരിക്കൻ ജനങ്ങളെയാണ് ഇവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്ത് അതായത് ഇവർ അമേരിക്കക്കെതിരെ ഇവർ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആദ്യം വരുത്തി തീർക്കാൻ ശ്രമിക്കും. അവിടെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ ആർമി ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയി യുദ്ധം നടത്തി അവിടെയുള്ള ആർമീനെയും ആൾക്കാരെ എല്ലാം തന്നെ കൊന്നുകൊഴിച്ച് അവിടെയുള്ള മെയിൻ ലീഡറിനെ കൊന്നുകളയുക. ഇതാണ് അവർ ഒന്നാമതായി സ്വീകരിക്കുന്ന വഴി. രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഈ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ഭരണമല്ല ഉള്ളത്, അതായത് ഡെമോക്രസിയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഈ ടെററിസ്റ്റ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തി കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇവിടെ വേറെ ആൾ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു രീതി അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുന്നുണ്ട്. ഇവരിവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇന്റേണൽ പ്രശ്നം ഉണ്ടാക്കും. അതായത് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയും അതുപോലെ തന്നെ ഇവിടെ ജനങ്ങളെല്ലാം തന്നെ വിശ്വസിപ്പിക്കും. അതായത് ഈ ഗവൺമെന്റ് നമുക്ക് എതിരെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് അനുകൂലമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്റേണൽ മാറ്റേഴ്സിൽ അവർ ഇടപെട്ട് അങ്ങനെ ഒരു ഭരണമാറ്റം നടത്തും. അപ്പോൾ ഇതിനെയാണ് സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാണ് ഈ വട്ടം ഇവർ ബംഗ്ലാദേശിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് യുഎസിനായിട്ട് ഒരു സെപ്പറേറ്റ് കമ്മിറ്റി പോലെ തന്നെ ഉണ്ട്, അതായത് USAID എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ ഈ USAIDന്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ അതായത് ഇവര് USA അല്ല, അതായത് ഈ പുറം രാജ്യത്ത് ഇവരുടെ ഭരണം എവിടെയൊക്കെ ഉണ്ടാവണം എന്ന് ഇവർ മനസ്സിലാക്കിയും അവിടെയെല്ലാം തന്നെ ഭരണം ഇവർക്ക് അനുകൂലമാക്കി വരാൻ വേണ്ടി ഇവർ ഓരോ പ്ലാനുകൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്. അതായത് ഈ USAID എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റിക്ക് കീഴെ വേറെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് NED എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്സ്, NDI എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്, അങ്ങനെ അതായത് IRI, ഇങ്ങനെ പല ഗ്രൂപ്പ്സുകളും ഇതിന്റെ താഴെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ IRI ആണ് ഇപ്പോൾ റീസെന്റ് ആയി ബംഗ്ലാദേശിലെല്ലാം തന്നെ ഈ NEDയും IRIയും കൂടിയാണ് പ്ലേ ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇവർക്ക് എങ്ങനെ വർക്ക് ചെയ്യണം ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതും ഈ USAID എന്ന് പറയുന്ന ഇവരാണ്. ഇനി ഇതിന്റെ താഴെയുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാവല്ലോ, ഈ NED അതുപോലെ തന്നെ NDI അതുപോലെ തന്നെ IRI, ഇങ്ങനെ പല ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെയാണ് 2019 തന്നെ ഈ ഷെയ്ഖ് ഹസീനനെ എടുത്തു കളയണം എന്നുള്ള ഒരു പ്ലാനിൽ ഇവർ വരികയും അങ്ങനെ ഇവർ പ്ലാനെല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു പ്ലാനിന് ഇവർ ഇട്ട പേരാണ് പേസ് എന്ന് പറയും. ആദ്യം പോയിട്ട് അവർ അവിടെയുള്ള അതായത് പൊളിറ്റിക്കൽ പാർട്ടീനെ എല്ലാ ആൾക്കാരെയും തന്നെ അവിടെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി BJP ആണെങ്കിൽ BJPനെയാണ് അവർ എടുത്തു കളയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബാക്കി അവർക്ക് എതിരായി നിൽക്കുന്ന പാർട്ടികൾ ഏതാണെന്ന് അവർ കണ്ടുപിടിക്കും. ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടാവും, ആം ആദ്മി ഉണ്ടാവും, അങ്ങനെ പല പാർട്ടീസും ഉണ്ടാവും. ഇപ്പോൾ ഡെമോക്രസിയുള്ള രാജ്യങ്ങളാണ് ഇങ്ങനെ എടുത്തു കളയേണ്ടത്. ഇതേപോലെ തന്നെ അതായത് ഈ ബംഗ്ലാദേശിലും അതായത് ഷെയ്ഖ് ഹസീനന്റെ അവാമി ലീഗ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ ഷെയ്ഖ് ഹസീനയാണ് എടുത്തു കളയേണ്ടത്. അത് ഒന്നെങ്കിൽ ഷെയ്ഖ് ഹസീനനെ എടുത്തു കളഞ്ഞ് ആ പാർട്ടി തന്നെ ഭരണത്തിൽ കൊണ്ടുവരാം. അപ്പോൾ ആദ്യം തന്നെ ഈ പാർട്ടിയിലുള്ള ആൾക്കാരെ ഇവർ മാക്സിമം മുട്ടാൻ ശ്രമിക്കും. ഇവര് എങ്ങാനും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ തിരിഞ്ഞ് ഷെയ്ഖ് ഹസീനനെ എടുത്തു കഴിഞ്ഞ് വേറൊരാൾ കൊണ്ടുവന്നാലോ. അപ്പോൾ അത് സക്സസ് ആവാത്തപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പാർട്ടി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാം, ഇങ്ങനെ പല പാർട്ടികളുണ്ട്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാം എല്ലാം തന്നെ ഈ ഷെയ്ഖ് ഹസീന ബാൻ ചെയ്ത ഒരു പാർട്ടിയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടീനെല്ലാം തന്നെ സമീപിക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തെ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫെയിലിയർ ആണ് മനസ്സിലാവുമ്പോൾ മറ്റു പാർട്ടീനെ ഇവർ സമീപിക്കും. അതിൽ ആൾക്കാരെല്ലാം തന്നെ ഇവർ ഒരുമിച്ച് കൊണ്ടുവരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ടാർഗറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുള്ള ആൾക്കാരെല്ലാം തന്നെ ഹയർ ചെയ്യും. അതുപോലെ തന്നെ സ്പോർട്സിലെല്ലാം തന്നെ അഡ്വാൻസ്ഡായി നിൽക്കുന്ന അവരെ ഹയർ ചെയ്യും. അതുപോലെ തന്നെ അത്ലീറ്റ്സിനെ ഹയർ ചെയ്യും. അതുപോലെ തന്നെ ആക്ടിവിസ്റ്റ്, ഈ ഓരോ നാട്ടിലും ഉണ്ടാവുമല്ലോ ഹ്യൂമൻ ആക്ടിവിസ്റ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റ്, ഇങ്ങനെ പല ആക്ടിവിസ്റ്റുകളും ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം തന്നെ ഹയർ ചെയ്യും. അതിനുശേഷം ഈ ആൾക്കാർ എതിർക്കാത്ത മറ്റു ഗ്രൂപ്പ്സുകൾ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ LGBT എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ്സിനെല്ലാം തന്നെ ഇപ്പോൾ ആൾക്കാർ അത്ര എളുപ്പത്തിൽ എതിർക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്സ് അല്ല LGBT. എതിർക്കാൻ പറ്റും, പക്ഷെ എതിർത്ത് കഴിഞ്ഞാൽ ആൾക്കാർ പറയും നിങ്ങൾ ഒരു പഴയ കാലത്ത് ഇതാണ്, അതുപോലെ തന്നെ അമ്മാവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുദ്ര കൊത്തുന്ന ഒരു ടൈപ്പാണ് ഈ LGBT-നെ. അതുപോലെ തന്നെ ഈ എത്നിക് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിലാണ് SC ST ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവരെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് ഇവരെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇവരെല്ലാം തന്നെ കോമൺ ഒരു പ്രശ്നം അവിടെ ഉയർത്താൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഹയർ ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം തന്നെ പ്രശ്നം ആൾക്കാരിലോട്ട് എത്തിക്കണം. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ആൾക്കാരെ അറിഞ്ഞാൽ മാത്രമോ ആൾക്കാർ തെരുവിലോട്ട് വരികയും അത് ഗവൺമെന്റിനെതിരെ അവിടെ പ്രതിഷേധമെല്ലാം ഉയർത്തുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് അവർ ഉപയോഗിക്കുന്ന വെപ്പണാണ് ഒന്ന് സോഷ്യൽ മീഡിയ, രണ്ടാമത്തത് ന്യൂസ് മീഡിയ. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലും അവർ ഉപയോഗിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. ശരിയാണോ തെറ്റാണോ നോക്കാതെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ശരി മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ആന്റി നാഷണലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നാഷണലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ നാഷണൽ എതിരായിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുവരും. എന്നിട്ട് ഇവർക്ക് വേണ്ടി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ട്വിറ്ററിലെല്ലാം തന്നെ വെറും 500-100 ഫോളോവേഴ്സ് ഉള്ളെങ്കിൽ പോലും അവർ ആന്റി നാഷണൽ ആണെങ്കിൽ അവരെല്ലാം തന്നെ ഹയർ ചെയ്യും. അതുപോലെ തന്നെ ലക്ഷക്കണക്കിനുള്ള ആൾക്കാരെയും ഹയർ ചെയ്യും. കാരണം ഇവർക്ക് ഇതിന്റെ വിശ്വാസ്യത കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ പൈസ കൊടുത്ത് ഓഫർ ചെയ്ത് ആരൊക്കെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇവർ ലിസ്റ്റ് എടുത്തതിന് ശേഷം അവരെല്ലാം തന്നെ ഹയർ ചെയ്ത് വെക്കും. ഇവരുടെ അടുത്ത് ഈ ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ചൂണ്ടിക്കാണിച്ച് ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി പറയാൻ വേണ്ടി ഇവർ ആവശ്യപ്പെടുകയും ഇവർ ഇത് പറയും. ആദ്യം വെറും 1000 വ്യൂസ് എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് വെറും ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സും അതുപോലെ തന്നെ മില്യൺസ് ഓഫ് വ്യൂസ് എല്ലാം കിട്ടുന്ന പല ചാനലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്ന ചാനലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. കാരണം അവരുടെ അജണ്ട എന്താണെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം തന്നെ ഇങ്ങനെ വേറെ കമന്ററീസ് എല്ലാം തന്നെ ഇപ്പോൾ അമേരിക്കയാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. ഈ ഡീപ് സ്റ്റേറ്റിന് വേണ്ടി ഇവരെ ഹയർ ചെയ്ത് ഇവരുടെ മീഡിയാസ് എല്ലാം തന്നെ ഇവരുടെ വീഡിയോസ് എല്ലാം തന്നെ ഇന്റർനാഷണൽ രീതിയിൽ ഇവർ തന്നെ പ്രൊമോട്ട് ചെയ്യും. ഈ ക്രിയേറ്റേഴ്സ് പ്രൊമോട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല, ഇവർ തന്നെ ഇവർക്കൊരു ടീം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ടീമിനെ കൊണ്ട് ഇവർ വൈറലാക്കിയാൽ അത് കൂടുതൽ ആൾക്കാരുമായിട്ട് എൻഗേജ് ആക്കാൻ ശ്രമിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് 2020 കോവിഡ് വരുന്നത്. അപ്പോൾ ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഈ കോവിഡ് സമയത്ത് എന്തായാലും ബംഗ്ലാദേശ് ഡൗണിലോട്ട് പോകും. അപ്പോൾ അതൊരു പറ്റിയ അവസരമാണ് അതിൽ ഷെയ്ഖ് ഹസീനനെ എടുത്തു കളയാന്ന്. ബംഗ്ലാദേശ് ആ ഒരു സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ അവർക്ക് വേണ്ടിയ വാക്സിൻസ് കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയ എല്ലാ ഉപകരണങ്ങളും അതുപോലെ തന്നെ എല്ലാ രീതിയിലും സഹായിക്കാൻ ചെയ്തു. അപ്പോൾ ഈ സഹായങ്ങളെല്ലാം കിട്ടിയതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് വലിയ രീതിയിൽ ഡിപ്പായില്ല. അതുപോലെ തന്നെ അവർ ഒരു വട്ടം IMF-ന്റെ അടുത്ത് നിന്ന് പേരോടെല്ലാം ചെയ്തെങ്കിലും പിന്നെ അവർക്ക് ശ്രീലങ്ക പോലെയോ പാകിസ്ഥാൻ പോലെയോ അവർക്ക് ആവേണ്ട വന്നില്ല. എന്താണെന്ന് വെച്ചാൽ കോവിഡിനെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഷെയ്ഖ് ഹസീന അതിനെ കംപ്ലീറ്റ് ആയിട്ടും മറികടന്നു വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ സ്വീകരിച്ച വഴി എന്താണെന്ന് വെച്ചാൽ ഈ ഡാക്ക, ബംഗ്ലാദേശിന്റെ ഒഫീഷ്യൽ ക്യാപിറ്റലായ ഡാക്കയിൽ നിന്ന് കൂടുതലായിട്ടും ഈ അമേരിക്ക ഓഫർ ചെയ്ത പ്രോഗ്രാമുകൾ, ഡാൻസ് പ്രോഗ്രാമുകൾ, കൾച്ചറൽ എക്സിബിഷൻ, ഇങ്ങനെ പലതും നടത്താൻ തുടങ്ങി. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഫണ്ട് ചെയ്തത് അമേരിക്ക തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും. അപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ ഇവിടെ യങ് ജനറേഷനിലെ ആൾക്കാരെ അവർ മെല്ലെ മെല്ലെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ യങ് ജനറേഷനിലെ ആൾക്കാരെല്ലാം തന്നെ ഹയർ ചെയ്ത് ഈ ഗവൺമെന്റിനെതിരെ പറയുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ കോളേജിലെല്ലാം പഠിക്കും സ്റ്റുഡന്റ് രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം തന്നെ ഹയർ ചെയ്ത് വെക്കും. ഈ ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഡാക്കയിൽ നിന്ന് മാത്രം ഏകദേശം 10 പേരോളം ഹയർ ചെയ്ത് അതുപോലെ തന്നെ എല്ലാ പ്രധാന സിറ്റിയിലും 10 to 20 പേരെ ഹയർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ അടുത്ത് പറയും നിങ്ങളെ പുറം രാജ്യത്ത് ഞങ്ങൾ കൊണ്ടുപോകാം, സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ അവിടെ പോയിട്ട് അവിടെ ഉള്ള സാഹചര്യം എല്ലാം കണ്ടതിന് ശേഷം ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഇവർ കുറെ അധികം ആൾക്കാരെ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ആൾക്കാരെ കണ്ടുപിടിക്കുക, അങ്ങനെ ട്രെയിനിങ് എല്ലാം കൊടുക്കാൻ തുടങ്ങി. ആ ഒരു രീതിയിലാണ് ബംഗ്ലാദേശ് സ്റ്റുഡന്റ് ഫെഡറേഷനിൽ മുന്നിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ പാകിസ്ഥാനിലോട്ടും അമേരിക്കയിലോട്ടും ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന് മുമ്പ് നിരവധി വട്ടം പോയി വന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ ഈ പ്രൊട്ടസ്റ്റ് എല്ലാം തന്നെ മെല്ലെ മെല്ലെ തുടങ്ങിയാണ് ഈ സ്റ്റുഡൻസിൽ നിന്ന്.
അപ്പോൾ അമേരിക്കന്റെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു ചോദ്യമാണ്, അതായത് ഇപ്പോൾ അവാമി ലീഗുകളുടെ ഈ ഷെയ്ഖ് ഹസീനനെ എടുത്തു കളഞ്ഞു, പിന്നെ അടുത്ത ആര് ഭരിക്കും? അതായത് ഒന്നെങ്കിൽ BNP ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന അവാമി ലീഗിന്റെ പ്രധാന എതിർകക്ഷിയായ ഖലീദ് സിയ എന്ന് പറയുന്ന അവരെയാണ് ഭരിക്കേണ്ടത്. പക്ഷെ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് ഷെയ്ഖ് ഹസീന പ്രോ ഇന്ത്യയാണ്, പക്ഷെ ഈ ഖലീദ് സിയ എന്ന് പറയുന്നത് പ്രോ ചൈനയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ടും നല്ല റിലേഷൻ ഉള്ള ആളാണ്. അതുകൊണ്ട് ഇവരെ ഭരണത്തിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് ബാക്ക് ഫയർ ആവും. അതായത് ഒന്നെങ്കിൽ ഇന്ത്യക്കോ ചൈനയ്ക്കോ അതിൽ മെച്ചം കിട്ടും, അത് അമേരിക്കയ്ക്ക്, അതായത് ഈ രണ്ട് രാജ്യത്തിനെയും എതിർക്കുക എന്നുള്ളതാണ് അമേരിക്കന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇതും ഒരു ബാക്ക് ഫയർ ആവും എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാം എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി, പക്ഷെ ഇവർക്ക് അത്ര പോപ്പുലാരിറ്റി ഇല്ല, അതായത് ബംഗ്ലാദേശിൽ അത്ര പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഇവരെ കൊണ്ടുവരാന്ന് വെച്ചാൽ ആൾക്കാർ എതിർക്കും എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഒരു സ്വീകരിച്ച വഴിയാണ് അത് മിലിറ്ററി കൂപ്പ് കൊണ്ടുവന്നാലോ എന്ന്. പക്ഷെ ഈ മിലിറ്ററി കൂപ്പിലോട്ട് അവർ എടുത്തു നോക്കുമ്പോഴാണ് ഈ ഷെയ്ഖ് ഹസീനന്റെ ഭരണ സമയത്ത് ഈ മിലിറ്ററിയിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ സാലറി ഉയർത്തുകയും അതുപോലെ തന്നെ ഈ വേണ്ട ആൾക്കാർക്കെല്ലാം തന്നെ പ്രൊമോഷൻസ് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇവർ ആ പാർട്ടിക്കെതിരെ തിരിയാനുള്ള സാധ്യതകൾ കുറവാണ്. അത് ഒന്നോ രണ്ടോ ആൾക്കാർ തിരിഞ്ഞെങ്കിലും ടോപ്പുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവരെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിലും താഴെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഒരു പക്ഷേ അതായത് ഇത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ മിലിറ്ററി കൂപ്പ് കൊണ്ടുവന്നതും അതും വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലായി. കാരണം ഇപ്പോൾ മിലിറ്ററി കൂപ്പ് കൊണ്ടുവന്നത് നൈജറിലെല്ലാം തന്നെ അമേരിക്കയ്ക്ക് എതിരായി തന്നെ അവിടെ സംഭവിച്ചു. അതുകൊണ്ട് ഇവിടെ മിലിറ്ററി കൂപ്പ് കൊണ്ടുവന്നാലും അതും പ്രശ്നമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഇവരൊരു ഹൈബ്രിഡ് മോഡലിനെ കൊണ്ടുവരുന്നത്. ഇതുവരെ അതായത് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ആളിനെ അതായത് ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ട് അതുപോലെ തന്നെ കുറെ കോൺട്രിബ്യൂഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് അധികം ആർക്കും അറിയാത്ത അദ്ദേഹത്തിന് ബംഗ്ലാദേശിൽ 3 ദിവസം ഏതൊരു ന്യൂസ് ചാനൽ എടുത്തു കഴിഞ്ഞാലും മുഹമ്മദ് യൂനസ് അതായത് അമേരിക്ക പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ അവിടെയുള്ള TV ചാനലുകളിൽ തന്നെ ഇവർ ഹയർ ചെയ്ത സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇദ്ദേഹം ഭരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം ഭരിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ പലർക്കും ഒരു സംശയം തോന്നാം. കാരണം അതായത് ഇദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയില്ല, പ്രതിപക്ഷത്തില്ല, അതായത് ഇദ്ദേഹം അത്ര പോപ്പുലർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ 3 ദിവസം കൊണ്ട് അമേരിക്ക ഇദ്ദേഹത്തെ പോപ്പുലർ ആക്കുകയാണ്. അതായത് നോബൽ പ്രൈസ് കിട്ടി, അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വെച്ച് ഇദ്ദേഹത്തെ വളരെയധികം പോപ്പുലർ ആക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് അതായത് അവിടെയുള്ള സ്റ്റുഡന്റ് ഫെഡറേഷനുള്ള ആൾക്കാർ, അതായത് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ അമേരിക്ക ഹയർ ചെയ്ത ആൾക്കാർ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഹയർ ചെയ്ത ആൾക്കാരെയും അതുപോലെ തന്നെ പിന്നിൽ നിൽക്കുന്ന ഈ മുഹമ്മദ് യൂനസിനെയും കൂടെ കൂടുതലായും പ്രൊമോട്ട് ചെയ്ത് ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് ആവശ്യപ്പെടുകയാണ് അത് മുഹമ്മദ് യൂനസ് മതി ഇനി ബംഗ്ലാദേശിനെ ഭരിക്കാനുണ്ട്. അങ്ങനെ ഈ മുഹമ്മദ് യൂനസിനെ അവരെ ആവശ്യപ്പെടുകയും അമേരിക്കന്റെ അഭ്യർത്ഥന പകരം അതായത് മുഹമ്മദ് യൂനസ് പെട്ടെന്ന് അതായത് ആ ഒളിമ്പിക് സമയത്തെല്ലാം തന്നെ അവിടുന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്ത് പെട്ടെന്ന് ഇവിടെ വന്ന് അദ്ദേഹം അതായത് ഇവിടെ ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്യാണ്. അങ്ങനെ 2019 തുടങ്ങിയ ഈ ഒരു പരിശ്രമം 2024 ആയി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പ്രശ്നം രൂക്ഷമാകുകയും അതുപോലെ തന്നെ അതായത് ഷെയ്ഖ് ഹസീന ഓൾറെഡി പറഞ്ഞിരുന്നു അതായത് അവിടെയുള്ള എല്ലാ ഡിമാൻഡുകളും അതായത് 14 ഡിമാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു, 10ഉം അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ഡിമാൻഡ്. നിങ്ങളൊന്ന് ആലോചിക്കുക, അതായത് ആ ഒരു ഡിമാൻഡ് ആദ്യം 10 ആണെന്ന് പറഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി, പിന്നെ അവർ അത് പെട്ടെന്ന് 14 ആക്കി, അതും അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 18 ആക്കി. അപ്പോൾ 18 ഒക്കെ ആക്കി കഴിഞ്ഞപ്പോൾ അത് ജയിലിലുള്ള ആൾക്കാരെ പലരെയും പുറത്തു വിടണം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഷെയ്ഖ് ഹസീന അത് പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഇവരുടെ ആവശ്യം അതായത് ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അത് ഷെയ്ഖ് ഹസീനനെ എടുത്തു കളയുക എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം ഈ ഒരു 4 വർഷത്തോളം പരിശ്രമിച്ച ഇവരെ 2024 ആയി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയും അവിടെയുള്ള അവാമി ലീഗിനെ എടുത്തു കളഞ്ഞ് അവിടെയുള്ള സ്റ്റുഡന്റ് ഫെഡറേഷനിലെ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ ഈ ഒരു കൈപ്പാവേനെ കൊണ്ടുവന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ബംഗ്ലാദേശിനെ നോട്ടമിടുന്നത് എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് ഒന്നുള്ളത്. അതായത് ഓൾറെഡി ഈ ഷെയ്ഖ് ഹസീന അത് റിസൈൻ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഷെയ്ഖ് ഹസീന ഒഫീഷ്യലായി പറഞ്ഞിരുന്നു അതായത് ഒരു വൈറ്റ് ഗായ് എന്നെ അപ്രോച്ച് ചെയ്ത് ഒരു പോർട്ട് അതായത് അവരുടെ പോർട്ട് തരികയാണെങ്കിൽ അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം കൊടുത്തിരുന്നു എന്ന്. പക്ഷെ അന്ന് അത് റിജക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യം അതായത് ഇന്ത്യനും ചെക്ക് വെക്കണം, ചൈനനും ഒരുപോലെ ചെക്ക് വെക്കണം. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ചെക്ക് വെക്കണമെങ്കിൽ അതായത് എന്തായാലും ഇവിടെ അമേരിക്ക വരണം. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും അവരുടെ ബോർഡർ ഇഷ്യൂസ് എല്ലാം തന്നെ മെല്ലെ മെല്ലെ സോൾവ് ആക്കിക്കൊണ്ട് ഈ ഒരു കാര്യത്തിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിന്റെ പിന്നിൽ അമേരിക്ക കൃത്യമായിട്ടുണ്ട്. കാരണം അതായത് പാകിസ്ഥാനെ ഫണ്ട് ചെയ്യുന്ന ഇതേ അമേരിക്ക തന്നെയാണ്, അതുപോലെ തന്നെ ബംഗ്ലാദേശിനും ഇപ്പോൾ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ അമേരിക്ക തന്നെയാണ്. മറ്റൊരു കാര്യം കൂടെ ഇവർ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ബംഗ്ലാദേശിനെ സറൗണ്ടഡ് ബൈ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ ആക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യക്കെതിരെ നിന്നില്ലെങ്കിൽ ഇന്ത്യ പറയുന്ന ഇവർ കേട്ട് കഴിഞ്ഞാൽ ഈ അമേരിക്കന്റെ ഡീപ് സ്റ്റേറ്റ് എല്ലാം തന്നെ ഇത് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ഇന്ത്യക്കെതിരെ അതായത് ഇന്ത്യ അത് ചെയ്യണം ഇത് ചെയ്യണം, അതുപോലെ തന്നെ ഇന്ത്യ ഇവിടെ കംപ്ലീറ്റ് ഡോമിനൻസ് ചെയ്യാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ കാരണമാണ് ഇവിടെ പുരോഗമനം വരാത്ത, ഇന്ത്യ ഇവിടെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പല ഫേക്ക് ന്യൂസുകളും ഇവിടെ പ്രൊപ്പോസ് ചെയ്യും. ആ ഇതെല്ലാം തന്നെ കൂടുതലായും പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ വിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ ഇത് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്ത് ഈ ഡീപ് സ്റ്റേറ്റ് ഇപ്പോൾ സക്സസ് ആയത്. അപ്പോൾ ഇത് സൺഡേ ഗാർഡിയൻ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ അത് ലീക്ഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, അതായത് ഒരു ഇത്രയും സീക്രട്ട് ആയിട്ട് വെക്കുന്ന ഈ ലീക്ഡ് ഡോക്യുമെന്റ് എങ്ങനെയാണ് ഇവർ പുറത്തുവിടുക? അതായത് ഇപ്പോൾ ഇന്ത്യൻ ആർമിന്റെ എല്ലാം മിലിറ്ററി സീക്രട്ട് ഉണ്ടാവും,
പക്ഷെ ഒന്നും ലീക്ക് ആവുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഇത് ലീക്ക് ആവുന്നത്? അതും അമേരിക്ക പോലെ അത്ര സെക്യൂരിറ്റി ടൈറ്റ് ആയ ഒരു രാജ്യത്തിന്. അപ്പോൾ ഇത് ലീക്ക് ആയതല്ല, ഒഫീഷ്യലായിട്ട് അവർ കൊടുത്തതാണ്. അതായത് ഇനിയും ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ ഞങ്ങൾ ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് റെഡിയാണ്, ഞങ്ങൾ ഇത്രമാത്രം ക്യാപ്പബിൾ ആണ് എന്നുള്ള കാര്യം കൃത്യമായി അറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിൽ അമേരിക്കന്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. അത് മുഹമ്മദ് യൂനസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും ഒഫീഷ്യലായി അറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.